നമസ്കാരം. ശിവപഞ്ചാക്ഷരിയായ ഓം നമഃശിവായ എന്ന മന്ത്രം ചൊല്ലാതെയോ കേൾക്കാതെയോ ഒരു ദിവസം കടന്ന് പോകാറില്ല. ഈ അവസരങ്ങളിലെങ്കിലും ഈ 5 അക്ഷരങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞുമിരിക്കുന്ന പ്രപഞ്ച ശക്തിയെ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. നമഃശിവായ എന്ന മന്ത്രത്തിലെ 5 അക്ഷരങ്ങളുടെ പൊരുൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. പഞ്ചാക്ഷരി എന്നറിയപ്പെടുന്ന ഈ അത്ഭുത മന്ത്രം യജുർവേദത്തിലെ ശ്രീ രുദ്രചക്ര സ്തോത്രത്തിൽ നിന്നുമാണ് എഴുതിയിട്ടുള്ളത്. വേദങ്ങളുടെ അന്തസത്തയിൽ പരാമർശിച്ചിരിക്കുന്ന പരമശിവന്റെ 5 അക്ഷരങ്ങളുള്ള ഏറ്റവും പരിപാവനമായ നാമമാണ് നമഃശിവായ. മന്ത്രത്തിലെ ന എന്നത് ഭഗവാൻ തന്നിൽ ഒളിപ്പിച്ചിരിക്കുന്നതായ ലാളിത്യത്തെയും മ എന്ന അക്ഷരം പ്രപഞ്ചത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ശി എന്ന അക്ഷരം സാക്ഷാൽ പരമശിവനെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നതും മ പ്രപഞ്ചത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. കൂടാതെ ഈ അക്ഷരങ്ങളിൽ പഞ്ചഭൂതങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. ന എന്നാൽ ഭൂമിയെയും, മ എന്നാൽ ജലത്തെയും, ശി എന്നാൽ അഗ്നിയെയും, വ എന്നാൽ വായുവിനെയും, യ എന്നാൽ ആകാശത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പ്രഭാതത്തിൽ ഉറക്കമുണരുമ്പോൾ തന്നെ നാരായണനെയും രാത്രി കിടക്കുമ്പോൾ പരമശിവനെയും ഭജിക്കണം എന്നാണ് പറയുക. ത്രിസന്ധിക്ക് നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 108 പ്രാവശ്യം വീട്ടിലിരുന്ന് ഉരുവിടുന്നത് ആ വീടുകളിൽ ഐശ്വര്യം കൊണ്ടുവരും എന്നാണ് പറയുക. അത്രമേൽ ഐശ്വര്യം ആ വീടുകളിൽ കൊണ്ടുവരുവാൻ ആ മന്ത്രത്തിന് സാധിക്കുന്നതാണ്. എല്ലാ ദുരിതങ്ങളും നശിപ്പിച്ച് സമസ്ത സുഖങ്ങളും സമ്മാനിക്കുന്നതാണ് പഞ്ചാക്ഷരി ജപം. മന്ത്രരാജൻ എന്നറിയപ്പെടുന്ന പഞ്ചാക്ഷരി മന്ത്രത്തിൽ എല്ലാ ദേവതകളും അടങ്ങിയിരിക്കുന്നതുമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ന എന്ന പദത്തിൽ സ്ഥൂല ശരീരമായ ബ്രഹ്മാവും, മ എന്ന അക്ഷരത്തിൽ സൂക്ഷ്മ ശരീരമായ വിഷ്ണുവും, ശി എന്നതിൽ കാരണ ശരീരമായ രുദ്രനും, വ എന്ന പദത്തിൽ സാമാന്യ ശരീരമായ മഹേശ്വരനും, യ എന്ന അക്ഷരത്തിൽ ദുർഗ്രാഹ്യ ശരീരമായ സദാശിവനും കുടികൊള്ളുന്നു എന്നാണ് പറയുക. പരമശിവന്റെ മൂലമന്ത്രമായ ഓം നമഃശിവായ ഇപ്രകാരം നിങ്ങൾ ജപിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഞാൻ ശിവനെ നമിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. നിത്യവും 10 തവണയെങ്കിലും ഓം നമഃശിവായ ജപിച്ചാൽ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുക. ഓം നമഃശിവായ മന്ത്രം ശക്തമായ ബീജാക്ഷരമായ ഹ്രീം ചേർത്തും ജപിക്കാം. അപ്പോൾ ശിവന്റെയും ശക്തിയുടെയും അനുഗ്രഹവും നിങ്ങൾക്ക് ജപിക്കും. അപ്പോൾ ശിവന്റെയും ശക്തിയുടെയും അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. ഇത് ജപിക്കുകയാണ് എങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ അശുഭങ്ങളും ഒഴിഞ്ഞു പോകും എന്നാണ് പറയുക. ശിവഗായത്രി, രുദ്രമഹാമന്ത്രം എന്നിവയും അതിശക്തമായ ശിവ മന്ത്രങ്ങൾ തന്നെയാണ്. ഇവയും നിത്യജപത്തിനായി ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നു എന്നതാണ് വാസ്തവം. ഇനി ഈ മന്ത്രവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നവർ ഈ തെറ്റുകൾ ചെയ്യരുത് എന്നാണ് പറയുക. കൂടാതെ ഇന്നേ ദിവസം ഈ ജീവിയെ കാണുകയാണ് എങ്കിൽ ഉടനെ ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നും പരാമർശമുണ്ട്. അതിനാൽ ഏതെല്ലാമാണ് ആ ജീവികൾ എന്നും ചെയ്യാൻ പാടില്ലാത്തതായ തെറ്റുകളെ കുറിച്ചും മനസ്സിലാക്കാം. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് തെറ്റുകളാണ്. തെക്കൂട്ട് ദർശനമായി ഇരുന്ന് ഈ മന്ത്രം ജപിക്കുന്നത് അത്ര ശുഭകരമായി ഭവിക്കുന്നതല്ല. അതിനാൽ ഈ ഒരു ദിശ നിങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. നിലത്തിരുന്ന് ഒരിക്കലും ഈ മന്ത്രം ജപിക്കരുത്. അതിനാൽ പായയോ അല്ലെങ്കിൽ തുണിയോ വിരിച്ചതിന് ശേഷം ഇരുന്ന് ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. എന്നാൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇത് സാധ്യമാകണം എന്നില്ല. അത്തരത്തിലുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് നിലത്തിരുന്ന് ജപിക്കാവുന്നതുമാണ്. ഈ മന്ത്രം ജപിക്കുമ്പോൾ ഒരിക്കലും ദുഷ്ചിന്തകൾ പാടുള്ളതല്ല. മറ്റുള്ളവർ നശിക്കണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതിയോടെ
നിങ്ങൾ ഈ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ചതായ ഫലം ലഭിക്കില്ല എന്ന് മാത്രമല്ല അത് ശിവകോപത്തിനും ഇടയാകുന്നതാണ്. അതിനാൽ ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഏറ്റവും അനിവാര്യമാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. 108 തവണയെങ്കിലും മുടക്കം വരാതെ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നു. അപ്രകാരം ജപിക്കുന്നത് ശിവാനുഗ്രഹം നാൾക്കുനാൾ വർദ്ധിക്കുന്നതിനും സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിനും സഹായകരമാണ്. ആഹാരം കഴിച്ചുകൊണ്ട് ഒരിക്കലും ഈ മന്ത്രം നിങ്ങൾ ജപിക്കുവാൻ പാടുള്ളതല്ല. അപ്രകാരം ജപിക്കുന്നത് നിങ്ങൾക്ക് വളരെ ദോഷകരമായി തീരും. അതിനാൽ നിങ്ങൾ ഒരിക്കലും ഇപ്രകാരം ചെയ്യരുത്. പകരം ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഈ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. പ്രത്യേകിച്ചും സന്ധ്യാസമയങ്ങളിൽ ഈ മന്ത്രം ജപിക്കുന്നത് ഇരട്ടി ഫലം നിങ്ങൾക്ക് നൽകും എന്ന കാര്യവും ഓർക്കുക. പരമശിവനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നതും സർവൈശ്വര്യപ്രദമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ അല്പസമയം ശിവക്ഷേത്രത്തിൽ ഇരുന്ന് ഈ മന്ത്രം നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ അത് ഇരട്ടി ഫലം നിങ്ങൾക്ക് നൽകും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഇനി ജീവികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങൾ ഓം നമഃശിവായ എന്ന ഈ അതിവിശേഷപ്പെട്ട മന്ത്രം ജപിക്കുന്നതായ അവസരത്തിൽ ഈ ജീവികളെ കാണുകയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഭഗവാൻ നിങ്ങൾക്ക് ചില സൂചനകൾ നൽകുന്നു എന്നാണ് അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിൽ ആദ്യത്തേതായ ജീവി നാഗം തന്നെയാണ്. പരമശിവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് നാഗം അഥവാ പാമ്പിനെ ഇന്നേ ദിവസം നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന സൂചനയാണ്. ശുഭ സൂചന തന്നെയാകുന്നു. സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്നും ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ആഗ്രഹ സാഫല്യത്തിനായുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കും എന്ന സൂചനയാകുന്നു. മറ്റൊന്ന് നീല പൊന്മാനാണ്. ഈ ജീവിയെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നും അനുഭവിക്കുന്നതായ സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്നും കരകയറുന്നതിനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്ന സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ശുഭകരമായ ഒരു സൂചന തന്നെയാണ്. കാളയെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ സർവ ഐശ്വര്യമാണ് നിങ്ങൾക്ക് ഫലമായി ലഭിക്കുക. കാരണം ഭഗവാന്റെ സാന്നിധ്യത്തെ തന്നെ സൂചിപ്പിക്കുന്നു എന്നർത്ഥമാക്കാം. പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ നിന്നും ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നതായ സമയത്ത് കാണുകയാണ് എങ്കിൽ ഇരട്ടി ഫലമാണ് വന്നു ചേരുക. എന്നാൽ നിങ്ങൾ മന്ത്രം ജപിച്ച ഉടനെ കാണുകയാണ് എങ്കിൽ അത് ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ചെറുകിളികൾ നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി വരുന്നു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. പല വിധത്തിലും സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളെ തേടിയെത്താം. അതിനാൽ ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. മയിൽ നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ ശത്രുനാശമാണ് ഫലമായി വന്നു ചേരുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്നും അഥവാ നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോകുന്നു എന്നും പരമശിവൻ അർത്ഥമാക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാൽ മുരുകസ്വാമിയുടെ അനുഗ്രഹവും കടാക്ഷവുമുണ്ട് എന്ന് അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ പക്ഷികളെ കാണുകയാണ് എങ്കിൽ അഥവാ ഈ ജീവികളെ കാണുകയാണ് എങ്കിൽ അത് മഹാദേവന്റെ അനുഗ്രഹമായി തന്നെ കണക്കാക്കാം. പ്രത്യേകിച്ചും ഈ മന്ത്രം ജപിച്ചതിന് ശേഷം കാണുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് പറയുക. അതിനുള്ള അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക.